ഇന്ന് എന്റെ ഫ്രണ്ട്സും ആയിക്കോട്ടെ, എന്റെ സ്കൂള്, കോളേജിലുള്ളവരും, ഫാമിലീസിലുള്ളവരൊക്കെ ചോദിക്കുന്നതാണ്, എന്താണ് നിന്റെ ശരിക്കുള്ള ജോബ്? നീ എന്താണ് ചെയ്യുന്നത്? ഓൺലൈനിൽ എന്തോ ജോബാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പം എന്റെ മദറിനോട് ചോദിക്കുമ്പോഴത്തേക്ക്, ഇവളെന്താണ് പണി? ഇവൾക്ക് എന്താണ് ജോലി? ഞാൻ ബികോം പഠിച്ചു കഴിഞ്ഞ് സമയത്ത് 1 ഇയർ ഗ്യാപ്പ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നെ ഒന്ന് മനസ്സിലാക്കാനും എന്റെ ബെറ്റർ വേർഷനിലേക്ക് എത്താനും വേണ്ടിയുള്ള ട്രൈ ഔട്ടിങ് ഉള്ള ഒരു കാലഘട്ടമായിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു സ്കൈ ബിയോണ്ട് ദ ലിമിറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, ഞാൻ നസറി എന്ന് പറയുന്ന കോച്ചിന്റെ അണ്ടറിൽ ഞാൻ വർക്കായിട്ട് മെന്ററായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാൻ വേറെ കോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ സെൽഫിനെ ഡെവലപ്പ് ചെയ്തു. ഓൾറെഡി ഞാൻ വീഡിയോ കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. എന്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്തു. എന്നെ തന്നെ ഡെവലപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ക ഇന്റർവ്യൂ ത്രൂ ആണ് ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്കും ഈ കമ്പനിയിലേക്കും ജോയിൻ ചെയ്തിട്ടുള്ളത്. ഈ കമ്പനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോച്ചാണ്, നമ്മുടെ ഞാൻ നസറി എന്ന് പറയുന്ന കോച്ചിന്റെ അണ്ടറിൽ വരുന്ന കമ്മ്യൂണിറ്റിയാണ് സ്കൈ ബിയോണ്ട് ദ ലിമിറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തിന്റെ പ്രോഗ്രാമിന്റെ പ്രോജക്റ്റ് ഹെഡ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ മെന്ററായിട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ പല പല ഏരിയാസ് ഓഫ് കാര്യങ്ങളുണ്ട്. ഇപ്പൊ വുമൺ എന്റർപ്രണേഴ്സിനെ ബേസ് ചെയ്ത് വിന്നേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്നു. മദേഴ്സിനെ ബേസ് ചെയ്തിട്ട് അവരുടെ പേരന്റിങ്ങും സെൽഫും ന്യൂജനായിട്ടുള്ള കുട്ടികളുമായിട്ടുള്ള മിങ്കിളിങ് കാര്യങ്ങളും സെൽഫിനൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യണം. മമാസ് കിൻഡോ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ കപ്പിൾസിനെ ബേസ് ചെയ്ത് റിലേഷൻഷിപ്പ് ഏരിയാസ് ബെറ്റർ വേർഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കപ്പിൾ കോഡ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ ഡിസിപ്ലിൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പുള്ളി ഒന്ന് പ്രൊക്രാസ്റ്റിനേഷൻ ഒക്കെ മാറ്റി കോൺഫിഡൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് ഡിസിപ്ലിനറി ആവാൻ വേണ്ടി മേക്കപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അപ്പൊ ഇത്രയും പ്രോഗ്രാംസ് ആണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പ്രൊവൈഡ് ചെയ്തത്. ആ കമ്മ്യൂണിറ്റിയിലെ യൂട്യൂബ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ പ്രോജക്റ്റ് ആയിട്ടാണ് ഞാൻ വരുന്നത്. അത് ഓഫ്ലൈൻ ആയിട്ട് 1 ഡേ ഓഫ്ലൈനും ബാക്കി ഓൺലൈൻ ആയിട്ട് നടത്തുന്നതാണ്. യൂട്യൂബ് ഞാൻ വരുന്ന പ്രോജക്റ്റ് ആയിട്ടാണ് വരുന്ന കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കോമൺ ആണ്. ബോയ്സിനും മെൻസിനും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ മാറണം എന്ന ആഗ്രഹമുള്ള ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ലൈഫിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യണം, മൊത്തത്തിൽ ഒന്ന് എൻഹാൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന കമ്മ്യൂണിറ്റിയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേക്ക് ഞാൻ വന്നെത്തിയത് പോലും എൻ്റെ ലൈഫിൽ ഞാൻ ബെറ്റർ വേർഷനിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ചപ്പോൾ മാത്രമാണ് ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചേർന്ന് ജോബ് കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ മെയിൻലി നമ്മൾ പറയുന്ന നമ്മളും ക്ലയൻസുമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം എനിക്കൊരു ലൈക്ക് ഇവർക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ലൈഫിൽ മാറണം എന്ന് ആഗ്രഹിച്ച് ഓരോ മെമ്പേഴ്സാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അവരെ ബെറ്റർ വേർഷനിലേക്ക് എത്തിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവർ ഒരു സങ്കടങ്ങളായിക്കോട്ടെ, സ്ട്രെസ് ആയിക്കോട്ടെ, കോൺഫിഡൻസ് ഇല്ലാതായി പോയിട്ടുള്ളതൊക്കെ ഓരോ സാഹചര്യങ്ങളും ഉണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം മാറ്റി അവരെ ബെറ്റർ വേർഷനിലേക്ക്, ദ റിയൽ പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ് ശരിക്കും ചെയ്യുക. എനിക്ക് അതിൽ ഒരുപാട് പേഴ്സണലി കണക്റ്റഡ് ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ട്, അതുപോലെ ഈക്വലി കണക്റ്റഡ് ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ട്. ഇതിൽ ഓരോരുത്തരും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. വെച്ചാൽ അവർ ലൈഫിൽ മാറണം എന്നുള്ളൊരു ചാൻസ് കൊണ്ടല്ലേ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ദ റൈറ്റ് ലെവലിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, പിന്നെ ബാക്കി ഒന്ന് തിരിഞ്ഞു നോക്കണം, മുമ്പോട്ട് പോവുക. അത് നിങ്ങൾ തെറ്റുവോ അല്ലെങ്കിൽ തിരുത്താൻ പറ്റുമോ അല്ലെങ്കിൽ പൊട്ടിപ്പോവോ എന്നൊന്നും ചിന്തിക്കാതെ ആ സ്റ്റെപ്പ് എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇനി എങ്ങനെയാണ് ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്, അതുപോലെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ കമ്പനിയെ ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ളത്, എന്താണ് ഞാൻ ശരിക്കും ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇനി പുറകിൽ വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഈ ഇത്രയും എൻ്റെ കാര്യങ്ങൾ കേട്ടിരുന്നതിനാണ് സോ ഗ്രേറ്റ്ഫുൾ. ഇതൊക്കെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ഓവറോൾ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.